പ്രിയപ്പെട്ടവരെ, മതബോധനം എന്ന് പറയുന്നത് ആത്യന്തികമായി അത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്. ഈശോ ഈ ഭൂമിയിൽ വന്നത് നമ്മെ രക്ഷാമാർഗം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ രക്ഷാമാർഗം പഠിപ്പിക്കുന്ന ഈശോയുടെ പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. മെത്രാനായ ഞാനും വൈദികരും സിസ്റ്റേഴ്സും അൽമായരും മതാധ്യാപകരും മാതാപിതാക്കളും എല്ലാം ചെയ്യുന്നത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചവരെ നിത്യരക്ഷയുടെ മാർഗം പഠിപ്പിക്കുക എന്നുള്ളത്. വേദപാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിലബസ് കവർ ചെയ്യുക, പുസ്തകം പഠിപ്പിച്ച് തീർക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നിത്യരക്ഷയുടെ മാർഗം പഠിപ്പിക്കുക. നിങ്ങൾ പഠിപ്പിച്ച പിള്ളേരെല്ലാം സ്വർഗത്തിലെത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾ നല്ല മതാധ്യാപകരാകും. ഇല്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടില്ല. തലശ്ശേരി അതിരൂപതയിൽ നിന്ന് കുറേ പേര് നരകത്തിൽ പോയാൽ എൻ്റെ കാര്യവും പോക്കാവും. കാരണം എന്താണ്? അത് ഞാൻ ശരിയാം വിധം പഠിപ്പിക്കാഞ്ഞിട്ടാണെന്ന് ഈ കർത്താവ് പറയുകയുള്ളൂ. കാരണം നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷ, നിത്യരക്ഷ എന്ന് പറയുന്നത്. ഇന്നലെ നമ്മുടെ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഇടക്കാലത്ത് വളരെ മിടുക്കനായൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു. അവൻ ഇടക്കാലത്ത് പഠിത്തം നിർത്തി ഞാൻ PG കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പിതാവേ എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, പിതാവ് വന്ന് ഞങ്ങളെ കെട്ടിച്ചു തരുമെന്ന്. ഞാൻ നീ എന്ത് ചോദിക്കുന്നു? അപ്പോൾ ഏതൊക്കെയാണ് എൻ്റെ പട്ടത്തിന് പിതാവ് വരേണ്ടതായിരുന്നല്ലോ, പകരം ഒരു കല്യാണം കെട്ടിച്ചു തരാനേലും വന്നുകൂടി. ഞാൻ അവളോട് ചോദിച്ചു, നീയാണോട് ഇവനെ വഴിതെറ്റിച്ചത്? ഞങ്ങളൊരു നല്ല സെമിനാരിക്കാരൻ നഷ്ടപ്പെടുത്തി. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു, പിതാവേ, നമ്മൾ അച്ഛനായോ കല്യാണം കഴിച്ചോ എന്നുള്ളതല്ലല്ലോ, സ്വർഗത്തിൽ പോയപ്പോൾ ഞാൻ ഇവനെ സ്വർഗത്തിലെത്തിക്കാം, അത് ഞാൻ പിതാവിന് ഉറപ്പ് തരാം. അതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോവുകയാണ്. ദൈവത്തിന് അറിയാം എത്തുമായിരിക്കും അല്ലേ? വാസ്തവത്തിൽ അതെനിക്ക് വളരെ തൃപ്തികരമായ ഒരു ഉത്തരവായിരുന്നു. നമ്മൾ ആത്യന്തികമായി സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാൻ തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ ഒരുക്കിയെടുക്കുന്നതാണ്. അതാണ് ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർ സ്വർഗത്തിലെത്തുക എന്ന്. ഈ മതബോധനത്തിൻ്റെ മാനദണ്ഡങ്ങളും അതിൻ്റെ രീതിശാസ്ത്രങ്ങളും ഒക്കെ പുനഃക്രമീകരിക്കണം എന്ന് പലപ്പോഴായി നിങ്ങൾ മതാധ്യാപകർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും അത് പുനഃക്രമീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. മതബോധനം എന്ന് പറയുന്നത് രക്ഷകനായ ഈശോയെ കണ്ടുമുട്ടുന്ന പ്രക്രിയ. ഈശോയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആത്യന്തികമായ ചോദ്യം. മതബോധനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടലാണ് മതബോധനം. ഈശോയെ കാണുന്നവരെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ വെറും പാഴ്വേലയായി മാറും. നമ്മുടെ തോമസ് അക്വീനാസ് എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതനാണ്. സുമ്മാ തിയോളജിക്കൊക്കെ എഴുതിയ മഹാനായ വേദപാരംഗതനായ വിശുദ്ധനാണ് തോമസ് അക്വീനാസ്. അക്വീനാസ് പുണ്യാളൻ, അദ്ദേഹം ഒരു ഡൊമിനിക്കൻ വൈദികനാന്നേക്കറിയാം. അദ്ദേഹം ഒരിക്കല് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന് വലിയൊരു ദൈവാനുഭവം ഉണ്ട്. ആ ദൈവാനുഭവം കഴിഞ്ഞ് ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയെ അദ്ദേഹം നേരി കണ്ടുമുട്ടി. അതോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാരങ്ങളും മാറി. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എഴുതിയത് മുഴുവൻ ശുദ്ധ വിഡ്ഢിത്തമാണ്. ഈശോയെക്കുറിച്ച് ഞാൻ എഴുതിയത് ഈശോ എന്ന സത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ പുസ്തകമെല്ലാം കത്തിച്ച് കളഞ്ഞേക്കാം ഈശോയെ, ഇനി ഞാൻ ഒന്നും എഴുതുകയില്ല എന്ന് ഈശോയോട് അക്വീനാസ് പറഞ്ഞു. ഉടനെ അക്വീനാസ് പുണ്യാളനോട് ഈശോ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ എഴുതിയത് ശരിയാണ്, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും ആർക്കും പറ്റിയല്ല, അതുകൊണ്ട് നിനക്കും പറ്റിയില്ലെന്നേ ഉള്ളൂ. നീ എഴുതിയതൊന്നും പാഴല്ല, കത്തിച്ചൊന്നും കളയണ്ട. നിനക്ക് എന്നതാണ് ഞാൻ പകരം തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അക്വീനാസ് പുണ്യാളൻ പറഞ്ഞു, നോൺ നിസീത്തെ ദോമിനെ എന്ന് പറഞ്ഞാൽ
നിന്നെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട ദൈവമേ. ഞാൻ മെത്രാനായപ്പോൾ എൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത് അക്വീനാസ് പുണ്യാളൻ്റെ ഈ വാക്യമാണ്, നോൺ നിസീത്തെ ദോമിനെ. അക്വീനാസ് പിന്നീട് ഒന്നും എഴുതിയില്ല. പകരം അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ ഒരു ഗീതം എഴുതി. ആ ഗീതം നിങ്ങൾ ലത്തീൻ ആരാധനാക്രമത്തിൽ ഈ ഗീതം പാടിയാണ് വാഴ്വ് നടത്തുന്നത്. ഭക്തിയാ വണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശെ. ഈ പാട്ട് എഴുതി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അക്വീനാസ് പുണ്യാളൻ മരിക്കുകയും ചെയ്തു. അതായത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്, പിന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. കർത്താവിനെ കണ്ടെത്തുന്നതാണ് മതബോധനം എന്ന് പറയും. നമ്മൾ ഒരുപാട് പഠിപ്പിച്ചതുകൊണ്ട് കാര്യം ഈ അടുത്ത കാലത്ത് ഒരു സെമിനാരിക്കാരൻ, വളരെ മിടുക്കനും സമർത്ഥനമായൊരു സെമിനാരിക്കാരൻ, അവൻ ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചു, പിതാവേ എൻ്റെ വിശ്വാസം പോയി. ഞാൻ എവിടെയാണ് പോയത്? നിൻ്റെ വിശ്വാസം കുളിക്കാൻ പോയപ്പം പോയതാണ്. എന്നെ കാണിച്ചത് എൻ്റെ വിശ്വാസം പോയത്. അവൻ പറഞ്ഞ് എനിക്ക് ഒന്നിലും വിശ്വാസം ഈശോ ഇല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്ക് പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല. എനിക്ക് എങ്ങനെയാലും ഇവിടുന്ന് പോകണമെന്നാണ് തോന്നുന്നു. ഞാൻ നീ പോരൂ, നീ വിഷമിച്ച് അവിടെ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് പോരൂ. അവനെ തിരിച്ചു വിളിച്ചു. അവൻ പറഞ്ഞു, ഒത്തിരി നന്ദി പിതാവേ, കാര്യം അവനെ എന്തെങ്കിലും പഠിപ്പിച്ചതാണ്, മിടുമിടുക്കനാണ്. പക്ഷേ ഈശോയെ അവൻ കണ്ടില്ല, ഈശോയെ കാണാൻ പറ്റി. ഈശോയെ കാണാൻ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ മതബോധനം പാഴായിപ്പോകും. പിള്ളേരെല്ലാം വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ബഹളം വയ്ക്കാറുണ്ട്. അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കും. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ മതബോധനം. അതിന് ചെയ്യേണ്ട കാര്യം, മതബോധനത്തിൽ ഒന്നാമത് നമ്മൾ ഈശോയെ കണ്ടെത്തണം. രണ്ടാമതായി നമ്മൾ കുഞ്ഞുങ്ങളെ അനുഗമിക്കണം. എല്ലാവരെയും മുമ്പിലിരുത്തി ഇങ്ങനെ പ്രബോധനം നടത്തി പഠിപ്പിക്കുന്നതല്ല മതബോധനം. അവരുടെ കൂടെ നടന്നാൽ മതി. അവർ പറയുന്നത് കേൾക്കുക, അവരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുക, അവൻ്റെ സങ്കടങ്ങളോട് സംവദിക്കുക. അവൻ ചോദിക്കുന്ന വളരെ ക്രൂരമായ നിന്ദ്യമായ ചോദ്യങ്ങളുണ്ട്. അവൻ്റെ ദേഷ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ട് അവനിങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുക. അനക്കമ്പനിങ് കാറ്റഗേസിസ് എന്നാണ് അതിന് പറയുന്നത്. കുട്ടികളെ അനുയാത്ര ചെയ്യുന്ന ഒരു മതബോധന ശൈലി. അവസാനമായി മതബോധനത്തിൻ്റെ ശൈലി, ഇത് പുതിയ സിനഡിൻ്റെ നിർദ്ദേശമാണ് ഞാനീ പറയുന്നത്. സിനഡിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം മതബോധനം എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അനുഭവമായി തീരും. പാവങ്ങളെ സഹായിക്കണമെന്ന് പുസ്തകത്തിൽ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളെ കൂട്ടി ഇങ്ങനെ ദരിദ്രരും നിസ്സഹായരുമായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് പോകണം. അവരെ കുളിപ്പിക്കണം, അവരുടെ മുടി വെട്ടിക്കൊടുക്കണം, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അവർക്ക് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യേണ്ടതുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുക. അപ്രകാരം അനുഭവത്തിൽ നിന്നുള്ള മതബോധനം തീർച്ചയായും നമ്മുടെ മതബോധനത്തിൻ്റെ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള പൊതുസഭയുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായും നമ്മുടെ മതബോധനത്തിൻ്റെയും പ്രവർത്തന ശൈലികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന സത്യം ഓർക്കും. അതുകൊണ്ട് ഈശോയെ കണ്ടെത്താൻ പഠിപ്പിക്കുക, കുഞ്ഞുങ്ങളുടെ ഒപ്പം നടക്കാനും കേൾക്കാനും പഠിക്കുക, ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് മതബോധനം എന്ന് പറയും. പ്രിയ മതാധ്യാപകര്, നിങ്ങളുടെ മതബോധനം പാഴായിപ്പോയി എന്നൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഹിന്ദുക്കൾ ഒരു വേദപാഠവും പഠിപ്പിക്കുന്നില്ല, എന്നിട്ട് അവരുടെ പിള്ളേരൊക്കെ നന്നായി ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ ഇതെല്ലാം പഠിപ്പിച്ചിട്ടും പഴയായി പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു DO എന്നോട് ഒരിക്കൽ പറയും. ഞാനൊരിക്കൽ വെള്ളരിക്കുണ്ട് സ്കൂളിൽ
ഒരു 10-15 കൊല്ലം മുമ്പാണ്. അവിടെ അവരുടെ ഇടവകയിലെ വാർഷിക ധ്യാനം പ്രസംഗിക്കാൻ ഞാൻ പോയത്. അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ DOI ഉണ്ട്. അയാളവിടെ ഇൻസ്പെക്ഷൻ വന്നു. അതൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഫാദറെ, ഈ ക്രിസ്ത്യാനികൾ വേദപാഠം പഠിപ്പിക്കും, മുസ്ലിങ്ങൾ അതിനേക്കാളും കൂടുതൽ പഠിപ്പിക്കും, ഹിന്ദുക്കൾ ഒട്ടും പഠിപ്പിക്കും. ഏറ്റവും പിഴ ഏത് പിള്ളേരാണ്? ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നവർ ഏറ്റവും പിഴ. അതിലും ഇച്ചിരി കുറച്ച് പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ അത്രയും തന്നെ പിഴയാണ്. ഒന്നും പഠിപ്പിക്കാത്ത ഹിന്ദുക്കളാണ് വേദം. ഇദ്ദേഹം എന്നോടൊരു ഡയലോഗ്. ഞാൻ പറഞ്ഞു, അത് ശരിയൊന്നുമല്ല, ഞാൻ അങ്ങനെ വേദപാഠം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യൻ വഷളാവുമല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ ചിലപ്പോൾ കാര്യമുണ്ടെന്ന് നിങ്ങൾക്കും തോന്നും. നമ്മളിതെല്ലാം പഠിപ്പിച്ചിട്ടും പിള്ളേർ വഴി തെറ്റുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സത്യവിശ്വാസം പഠിക്കുക എന്ന് പറയും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതായത് ബാക്കി എല്ലാവർക്കും ഓരോന്ന് പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഹൈന്ദവരുടെ വിശ്വാസം വളരെ എളുപ്പമാണ് വിശ്വസിക്കുക. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ട്. അപ്പൊ 3 ദൈവമുണ്ടോ? ഇല്ല, ഒരു ദൈവമുണ്ട്. മരണമില്ലാത്ത ദൈവം കുരിശേ കയറി മരിച്ചു. കന്യകാമറിയം ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. ഇതൊക്കെ ജമ്മത്ത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസം എന്നത് ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ട്. പക്ഷേ പ്രിയ മതാധ്യാപകരെ, നിങ്ങളുടെ മതബോധനം ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ സത്യം ആണ്. ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല എന്നും ഇവയൊക്കെയും നിത്യസത്യങ്ങളാണ് എന്നും ഈ 21 നൂറ്റാണ്ടുകളായി നമ്മുടെ ജനത്തിന് വിശ്വസിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മതബോധനം ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് പിള്ളേർ 12ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അധികകാലമൊന്നും പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞ് വഴക്ക് കൂടേണ്ട കാര്യമൊന്നുമില്ല. അവർ ചിലപ്പോൾ ഇടയ്ക്ക് കുർബാന മുടങ്ങിയെന്നിരിക്കുന്നത് ന്യായീകരിക്കുകയല്ല ഞാൻ. അവൻ കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പം തന്നെ പള്ളി വരും, അല്ലേ? ഒരു പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോൾ ഉടയതമ്പുരാനെ കുറിച്ചുള്ള വിചാരം സ്വാഭാവികമായിട്ടും ഏത് പുരുഷന്റെ ഉള്ളിൽ വരുമെന്നാണ് പറയുക. അതുകൊണ്ട് ഒരുപാടൊന്നും ഉഴപ്പിപ്പോവുകയല്ല, അവരെല്ലാം തിരികെ വരും എന്ന് തന്നെ നിങ്ങൾ പ്രത്യാശിക്കുക. കാരണം നമ്മൾ അവരുടെ ഉള്ളിൽ നട്ട ആ വിത്ത്, വിശ്വാസത്തിന്റെ വിത്ത് 12ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഫലം ചൂടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ചിലപ്പോൾ അത് 10 കൊല്ലം കഴിഞ്ഞായിരിക്കും ഫലം പുറപ്പെടുവിക്കുക. ഇറ്റ് ഈസ് സർട്ടൻ ദാറ്റ് വി വിൽ ഗെറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്രൂട്ട്. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രിയ മതാധ്യാപകരെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ അത്രമേൽ സുന്ദരമായി എല്ലാ കാര്യങ്ങളും ത്യാഗപൂർവ്വം ചെയ്യുന്നവർ. 1 രൂപ പോലും പ്രതിഫലമില്ലാതെ മാക്സിമം ഒരു ഉണ്ടമ്പരിയും ഒരു ചായയുമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലമെന്ന് നിങ്ങൾക്കറിയാം. ഈ ലോകത്ത് ഇങ്ങനെ ജോലി ചെയ്യാൻ പ്രിയ മതാധ്യാപകരെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യു ആർ സോ എക്സെപ്ഷണൽ ആൻഡ് എക്സംപ്ലറി. വി അപ്രീഷിയേറ്റ് യു. കാരണം ഈ ഭൂമിയിൽ ആരാണിങ്ങനെ എല്ലാ ആഴ്ചയും വന്ന് ജോലി ചെയ്യുന്നത് ഒരു പ്രതിഫലവും ഇല്ലാതെ? പ്രതിഫലം ഇല്ലെന്ന് മാത്രമല്ല, ഓരോ കുഞ്ഞു കാര്യത്തിനും വികാരിച്ചൻ്റെ വഴക്കും കേട്ട് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് എന്തോ നമ്മൾ അക്രമം ചെയ്തതുപോലെയാണ്. ഒരു സാറിയുടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, എൻ്റെ പിതാവ് 32 കൊല്ലം വേദപാഠം പഠിപ്പിച്ചിട്ട് ഞാൻ എന്തോ വലിയ കൊള്ളക്കാരനാണെന്ന മട്ടിലാണ് വികാരിച്ചൻ എന്നെക്കുറിച്ച് ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചത്. എന്തൊരു ക്രൂരതയായത്! എനിക്കും വലിയ സങ്കടം തോന്നി. ഇതിങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഞാൻ അച്ഛനോട് വിളിച്ചു ചോദിച്ചു, അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കും തോന്നിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. വാസ്തവത്തില് ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ തിരുസഭയെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു അച്ഛൻ ഒച്ചയെടുത്തത് കൊണ്ട് ഇട്ടേച്ചു പോകാൻ മാത്രം നിസ്സാരമല്ല നിങ്ങളുടെ ശുശ്രൂഷ. ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച കൃപാദായകമായ ശുശ്രൂഷയാണെന്ന ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ മതാധ്യാപകരെ, നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി. എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു.